ഒരു ഭാഗത്ത് വാരിക്കോരി ശമ്പളം കൊടുക്കുമ്പോൾ മറുഭാഗത്ത് ചില കണ്ണീർ കാഴ്ചകളുണ്ട്. ആശാവർക്കർമാർക്കുള്ള ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും മുഖം തിരിക്കുകയാണ്. ആശാവർക്കർമാർ പ്രതികരിക്കുന്നു, അതൊന്ന് കേൾക്കൂ. മന്ത്രിമാർ തന്നെ അവരുടെ സാലറിയും കൂടുതലല്ലേ? ഇപ്പം എന്തുകൊണ്ടാണ് ഇവർ ഈ ആശമാരെ ഇപ്പം അന്ന് ഈ 18 വർഷമായ ആരോഗ്യമല്ല ഞങ്ങൾക്കിപ്പം. ഇപ്പം ഞങ്ങൾ അന്ന് നടന്ന് ശരിക്കും ഞങ്ങളുടെ കാലും കയ്യും എല്ലാ അസ്ഥികളും തേഞ്ഞ് ഈ വെയിലും കൊണ്ട് ഞങ്ങൾ നടന്നു. അപ്പോൾ അതിൽ നിന്നൊരു പ്രതിഫലം ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു 10 രൂപ വായ്പ മേടിച്ചാൽ കൊടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഇപ്പോഴും നല്ല നേരത്തെ. സർക്കാർ ഉദ്യോഗസ്ഥർക്കും PSCക്കാർക്കും ഒക്കെ ശമ്പളം കൂട്ടി കൊടുക്കാം. പാവപ്പെട്ട ഞങ്ങൾക്കാരും ശമ്പളം കൂട്ടി തരുന്നില്ല. ഞങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 18 വർഷം കഴിഞ്ഞു. PSCക്ക് പൈസ കൊടുക്കാൻ അവർക്കുണ്ട്. കാരണം അവർക്കും അവർ മുതലാളിമാരല്ല, അവർക്ക് കൊടുക്കട്ടെ. പാവപ്പെട്ട ജനങ്ങൾ ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഇവർ കാണുന്നില്ലെങ്കിൽ അവർക്ക് കൊടുക്കട്ടെ. പക്ഷെ ഞങ്ങൾ സമരത്തിന് പിന്മാറുന്ന പ്രശ്നമില്ല. ഇതാണ് ആശാവർക്കർമാരുടെ പ്രതികരണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ മഹാസംഗമം നടത്തിയിരുന്നു ആശാവർക്കർമാർ. ഇന്ന് ആദിൽ പാലോട് ചേരുന്നുണ്ട് ആശാവർക്കർമാർക്കൊപ്പം. ആദിൽ, ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങളൊക്കെ വിശദമായി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ PSC ചെയർമാനും അംഗങ്ങൾക്കുമൊക്കെയുള്ള ശമ്പളം അങ്ങ് വർദ്ധിപ്പിക്കുന്നത്. ആ വിവരം ആശാവർക്കർമാർ അറിഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു ആദിൽ? ഇതിൽ ഒരു വൈരുദ്ധ്യം അവർക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അവർക്കതിൽ വിഷമമുണ്ടോ? അതിൽ ഈ പ്രതികരണം നമ്മൾ കേട്ടു റോഷ്നി. പണക്കാർക്കും ഇപ്പോൾ പണമുള്ളവർക്കും എല്ലാം മുതലാളിമാർക്ക് പൈസ കൊടുക്കാൻ, പാർട്ടി നോമിനിമാർക്ക് പൈസ കൊടുക്കാൻ സർക്കാരിന് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പക്ഷേ ആരോഗ്യ പ്രവർത്തകർക്ക്, സാധാരണ വീടുകളിൽ കയറി പണിയെടുക്കുന്നവർക്ക് 7000 രൂപ എന്ന തുച്ഛമായ തുക ഒരു 100, 500, 1000 വർദ്ധിപ്പിച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ആരോഗ്യമന്ത്രി ഇവർ ചർച്ച നടത്തിയപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് തനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല, ധനവകുപ്പിന്റെയൊക്കെ അനുമതി വേണം, വളരെ പ്രശ്നമാണ് എന്നാണ് അറിയിച്ചത്. പക്ഷേ ഈ PSCക്കാരുടെ കാര്യമെടുത്താൽ അതങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ വളരെ ലളിതമായി ഇത് പരിഹരിച്ചു എന്നതും പ്രധാനമാണ്. അമ്മ എവിടെ നിന്നാ വരുന്നത്? ഉഴമലക്കല്. എന്താ സ്ഥിതി? വളരെ ദയനീയം. കുടുംബം പോറ്റാൻ കഴിയുന്നില്ല. പിന്നെ ഇന്ന് 11 ദിവസം കൊണ്ട് ഇവിടെ രാപ്പകൽ സമരം. അമ്മ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. അതെ. PSC അംഗങ്ങൾക്കൊക്കെ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്ന വാർത്ത കണ്ടോ? കണ്ടു. അത് കണ്ടപ്പോ എന്താ തോന്നി? അപ്പോ വളരെ സങ്കടം തോന്നി. നമ്മളെ കുട്ടികളും വീട്ടുകാരും വയസ്സായ ആൾക്കാരും എല്ലാം കുടുംബത്തിലുള്ളവരാണ്. അവരുടെ അസുഖങ്ങൾ ബാധിച്ചാൽ ഇതെല്ലാം കളഞ്ഞിട്ട് മാത്രം ശമ്പളം കൂട്ടുന്നു. അതെ, അങ്ങനെ തോന്നി. എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? നമ്മൾ ഈ സമരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നവരെ നമ്മൾ കൊടുക്കണം. PSC അംഗങ്ങൾക്കൊക്കെ വലിയ ശമ്പളം ലക്ഷങ്ങൾ കൊടുത്തപ്പോ നിങ്ങളെ പരിഗണിക്കുന്നില്ല. പരിഗണിക്കുന്നില്ല. നമ്മൾ പരിഗണിക്കുന്നത് നമ്മളെ ഒരു നേട്ടങ്ങൾ, നമ്മൾ ഇത്രയും കിടന്ന് വെയിലത്തും മഴയത്തും കിടന്ന് പാടോട്ട് പണിയെടുത്തിട്ട് നമുക്കൊരു 5 പൈസ അവര് കിട്ടുന്ന ശമ്പളം പോലും നേരിച്ച് തരുന്നില്ല. നമ്മൾ PSCക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് അവർ ശമ്പളമായിട്ട് ഇപ്പൊ മുടിച്ച് എല്ലാ പൈസയും കൊടുത്തത്. നമുക്ക് ഒരു 5 പൈസ പോലും കൂട്ടിത്തരയില്ല, ഉള്ള പൈസ സമയത്തിന് തരുന്നതുമില്ല. പിന്നെ വളരെ വിഷമത്തിലാണ്. ഞാന് കുന്നിക്കോട് വെള്ളക്കുടി പഞ്ചായത്തിലെ കൊല്ലം. ഈ PSCക്കാർക്കൊക്കെ ശമ്പളം കൂട്ടിക്കൊടുത്തത് കണ്ടോ? കണ്ട്. അപ്പൊ ഉമ്മയ്ക്ക് എന്താ തോന്നിയത്? എനിക്ക് തോന്നിയതെന്ന് പറയുന്നത്, എന്റെ ആരോഗ്യമുള്ള സമയത്ത് ഞാൻ 2008 ആശയായിട്ട് കയറുന്നത്. ഞാൻ നാട്ടുകാർക്ക് വേണ്ടി ആരോഗ്യം പങ്കുവെച്ച്, അതായത് നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടി ആരോഗ്യം കളഞ്ഞു. പക്ഷെ ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടു, സർക്കാർ നോക്കുന്നില്ല. എനിക്കിപ്പോ 57 വയസ്സുണ്ട്. ഞാൻ 62 വയസ്സിൽ എന്നെ ഇറക്കി വിടുമ്പോൾ എനിക്ക് ജീവിക്കാൻ എന്തെങ്കിലും പെൻഷനും തരണം, ഇറങ്ങുമ്പോ 5 ലക്ഷം രൂപയും തരണം. അതിനാണ് ഞാനിവിടെ രാപകൽ സമരത്തിന് വന്നിരിക്കുന്നത്. എനിക്ക് വരാനുള്ള വണ്ടിക്കൂലി പോലും ഇല്ലാതെ ഞാൻ അയൽ വീട്ടിൽ നിന്നാണ് വാങ്ങിച്ചോണ്ട് വന്നത്. അപ്പൊ ഈ PSCക്കാർക്കൊക്കെ ഇങ്ങനെ ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന കണ്ടപ്പോ എന്ത് തോന്നി? ആ ഒരു സർക്കാരിന്റെ അങ്ങനെ ഒരു തീരുമാനം എനിക്ക് ഭയങ്കരമായ ഒരു പ്രയാസം തോന്നി. 18 വർഷം ഞാൻ ഇത്രയും കടന്ന് രാപകലില്ലാതെ വെയിലും മഴയും നനഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ട് രോഗങ്ങളെ അതിജീവിച്ച്, ഈ കോവിഡിനെയും എല്ലാ രോഗങ്ങളെയും അതിജീവിച്ച് ഞാൻ ഈ നടന്നപ്പോൾ, ഞാൻ മാത്രമല്ല ഞങ്ങൾ 26 ആശമാരുണ്ട്. വളരെ കഷ്ടപ്പെടുന്നവർക്ക് കൂലിയില്ല, പക്ഷേ AC റൂമുകളിൽ ഇരിക്കുന്നവർക്ക് കൂലിയുണ്ടെന്നാണ് ഇവിടെ പലരും പറയുന്നത്. AC റൂമിൽ ഇരിക്കുന്നവർക്ക് പൈസയുണ്ട്, നമ്മൾ ഈ വെയിലത്തിരിക്കുന്നവർക്ക് പൈസയില്ല. കോവിഡ് കാലത്ത് നമ്മളെ ഉള്ളുവായിരുന്നു. അപ്പൊ ഈ AC ഇരിക്കുന്നവർ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ ഇവർക്ക് ആശ, ഇപ്പൊ നമുക്ക് കറിവേപ്പില. അതെന്തു ന്യായം സാർ? ലക്ഷങ്ങളാണ് PSC കൂട്ടിക്കൊടുക്കാൻ തീരുമാനം. നമുക്ക് ആ ലക്ഷം അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി മതി നമുക്കുള്ളത് കിട്ടാൻ. കോടികളൊന്നും നമുക്കുള്ളത് 2 മാസത്തെ ഓണറേറും കിട്ടുമെന്ന് പറഞ്ഞു. ഇതുവരെ നമുക്ക് കിട്ടിയില്ല.
കഷ്ടമാണ്. നമുക്ക് ഒരു തീരെ നിവർത്തിയില്ല. ഇങ്ങനെ ശമ്പളം കൂട്ടി ലക്ഷങ്ങൾ കൂട്ടി എന്നൊക്കെ കണ്ടപ്പോ വിഷമം തോന്നി. പിന്നെ വളരെയേറെ വിഷമം. അതിൽ ഒരു കാര്യം അവരോട് ചോദിക്കേണ്ടതാണ്. അതായത് സർക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ 3 മാസത്തെ കുടിശ്ശിക കൊടുക്കാനുള്ളതിൽ 2 മാസത്തെ കുടിശ്ശിക അത് 19-ാം തീയതി മുതൽ വിതരണം തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ആ ചേച്ചി പറയുന്നത് പോലെ ഇന്നിപ്പോ 20-ാം തീയതി അവരുടെ കയ്യിൽ അങ്ങനെ പൈസ എത്തിത്തുടങ്ങിയിട്ടില്ല. ആർക്കെങ്കിലും അത് കിട്ടിത്തുടങ്ങിയിട്ടുണ്ടോ? അതുകൂടി ഒന്ന് ചോദിക്കൂ. പൈസ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് ആർക്കും പണം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പൈസ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ടും അക്കൗണ്ടിൽ വന്നില്ല. ഇല്ല മൈനസ് ആണ്. നമുക്ക് വന്നിട്ടേ മൈനസായി കിടക്കാണ്. മൈനസ് ആയിട്ട് കിടക്കണം. മൈനസ് അല്ല, സീറോ ബാലൻസ്. വണ്ടിക്കൂലി ഇങ്ങോട്ട് വരാനൊക്കെ വണ്ടിക്കൂലി രണ്ട് വേറൊരു ചേച്ചി വേറൊരു ചേച്ചി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവർക്ക് പെട്രോൾ അടിക്കാൻ കൊടുക്കണ്ടേ? വീട്ടിൽ കുടുംബവും കുട്ടികളൊക്കെ ചേട്ടനും പപ്പയുണ്ട്. എപ്പോഴും നമുക്കൊന്നും ഒരു ജോലിയുണ്ട്. എപ്പോഴും അവരുടെ കൈ നീട്ടാൻ പറ്റുമോ? അവസ്ഥ എന്താ അമ്മ? എനിക്കിത് തന്നെയാണ് കടങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ PSC അംഗങ്ങൾക്ക് 1000-ങ്ങളും 10,000-ങ്ങളും വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവർ 100-ഓ 500-ഓ 1000-ഓ എന്തുകൊണ്ട് കൂട്ടുന്നില്ല എന്നതാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അതെ, നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇതൊക്കെ നമുക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം തരേണ്ടത് ഈ ഗവൺമെന്റ്. കാരണം ഇവർ പത്രവാർത്ത വായിക്കുന്നതെല്ലാം നമ്മുടെ റിപ്പോർട്ട് അനുസരിച്ചാണ്. അപ്പൊ അതെല്ലാം വായിച്ച് എല്ലാത്തിനും ഫസ്റ്റ് പ്രൈസ് കുറിച്ച് വാങ്ങുമ്പോഴത്തേക്ക് നമ്മളെപ്പോൾ കഷ്ടപ്പെടുന്ന വിലയാണത്. നമ്മുടെ ഈ ചോര നീരാക്കി ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഇവരെല്ലാം വായിച്ചിട്ട് എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ അംഗീകരിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് തരേണ്ട സാലറി അത് എമൗണ്ട് നമുക്കത് തുച്ഛമായ പൈസയാണ്. അത് നമ്മൾ കൂട്ടിത്തരണം പറഞ്ഞാൽ നമുക്കത് 21,000 പറഞ്ഞാൽ വലിയ തുകയൊന്നും അല്ല. നമുക്കൊരു 30,000 തന്നാൽ പോലും മുതലാകത്തില്ല. അതായത് ഇവർക്ക് ന്യായമായ പൈസ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വെയിലുകൊണ്ട് നമ്മളിപ്പോ അല്പനേരം നിൽക്കുമ്പോൾ തന്നെ റോഷിനി വലിയ ക്ഷീണവും ബുദ്ധിമുട്ടുമാണ്. ഈ നിർജ്ജലീകരണമൊക്കെ സംഭവിക്കുന്നവരാണ് ഈ അമ്മമാരും പ്രായമായ സ്ത്രീകളും. ഇവിടെ അവർക്ക് ന്യായമായ ആവശ്യം ചോദിച്ചു വന്നിരിക്കുകയാണ്. സാധാരണ ജോലി ചെയ്യുന്ന 24 മണിക്കൂർ ജോലി ചെയ്യുന്ന ഇവർക്ക് എന്തുകൊണ്ട് ശമ്പളം നൽകുന്നില്ല എന്ന ചോദ്യമാണ്. PSCക്കാർക്ക് ശമ്പളം കൊടുത്തത് കണ്ടപ്പോ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ചേച്ചിക്ക് എന്താ അത് കേട്ടപ്പോൾ വളരെയേറെ സങ്കടം തോന്നി. കാരണം ഞാൻ 16 വർഷം കൊണ്ട് ആശാവർക്കർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ ഞങ്ങളെ പോലുള്ള ഈ വെയിലത്തും മഴയൊന്നുമില്ലാതെ 24 മണിക്കൂറും ജോലി ചെയ്ത് ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് അവർക്ക് അത്രയും കൊടുത്ത് അത് ഈ സമര സമയത്ത് തന്നെ അത്രയും അവർക്ക് കൊടുത്ത് ഞങ്ങൾ വളരെയേറെ പ്രതിഷേധമുണ്ട്. ഒരുപാട് വിഷമമുണ്ട് അത് കേട്ടപ്പോൾ. ഞങ്ങളുടെ വിഷമം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു തീരുമാനവും കൊണ്ടുവന്നതെന്ന് പോലും ഞങ്ങൾക്ക് ഇപ്പൊ സംശയം. അതായത് വളരെ പ്രധാനമാണത്. ഇവരിങ്ങനെ 7,000 രൂപ ഒരു 500-ഓ 1,000-ഓ കൂട്ടുമോ എന്ന് ചോദിക്കുമ്പോഴാണ് 1000-ഉം 10,000-ഉം PSC അംഗങ്ങൾക്കും ചെയർമാനും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണ് എന്നതാണ് ഇവരുടെ നിലപാട്. ഓണറേറിയം വർദ്ധിപ്പിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ്. സംസ്ഥാനത്തെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമര പന്തലിലാണ് ഇപ്പോൾ ഇവരുടെ പ്രതികരണവും ഈ സമരവും നമ്മൾ കാണുന്നത്. റോഷ്നി, ശരി. ആദിൽ പാലോടാണ് ആ സമരത്തിന്റെ അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. അവിടെ നിന്നുള്ള ആശാവർക്കർമാരാണ് ആദിലിനോട് പ്രേക്ഷകരോട് നമ്മളോടും സംസാരിച്ചത്.